എടുക്കുന്ന സമയം വരെ മനസ്സിന്റെ ചുവരുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട 3 അക്ഷരങ്ങളുണ്ട്. 3 വരികൾ, അക്ഷരങ്ങളല്ല 3 വരികൾ. ജൂലൈ 30-ന് രാത്രി 12:30 മണി കഴിഞ്ഞ് ഭ്രാന്തമായ മാനസികാവസ്ഥയുടെ നടുവിൽ മേപ്പാടിയിൽ ആസ്റ്റർ ആശുപത്രിയിലൂടെ കടന്നുപോയ ഒരു നേരത്തെ കുറിച്ചാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പല വിധത്തിൽ ഒറ്റപ്പെട്ടവരും മരണപ്പെട്ടവരെ അന്വേഷിച്ചു വരുന്നവരും അംഗവൈകല്യം സംഭവിച്ചവരും ഈ ദുരന്തത്തിൽ നിന്ന് ഇനി രക്ഷപ്പെടാനേ സാധ്യമല്ലെന്ന് അലമുറയിടുന്നവരുടെ നടുവിലൂടെ നടക്കുന്ന ഭ്രാന്തമായ നേരം. എന്റെ വാട്സപ്പിലേക്ക് ഒരു സന്ദേശം വന്നു. ആ വാട്സപ്പ് സന്ദേശം ഈ പുത്തൂരിലെ LP സ്കൂളിൽ 3ാം ഘട്ട സ്കൂൾ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ പ്രസംഗിക്കും വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ സന്ദേശമാണ്. ഞാൻ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി എന്ന് ഞാൻ പറയുമ്പോഴും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് മലയാളത്തിന്റെ ഏറ്റവും വിശുദ്ധ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ ജീവിതം കൊണ്ട് അവസരം കിട്ടിയ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ വാട്സപ്പ് സന്ദേശം അതുവരെ കണ്ടിട്ടില്ലാത്ത മന്ത്രിക്ക്, കേട്ടറിവ് മാത്രമുള്ള മന്ത്രിക്ക് അവരുടെ വാട്സപ്പ് സന്ദേശം 3 വരികളാണ്. സാർ, ചൂരൽമലയിൽ നിന്ന് കാണുന്ന വാർത്തകൾ കരളു പിടയ്ക്കുന്നതാണ്. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായൊരമ്മ വെളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ഈ കൊച്ചു പെൺകുട്ടി, അമ്മയായി മാറിയ മലയാളത്തിലെ ഒരു പെൺകുട്ടി എനിക്ക് അയച്ചു തന്ന സന്ദേശം. അതാണ് മലയാളത്തിന്റെ മഹനീയത. കാലദേശങ്ങൾക്കപ്പുറത്ത് പേരറിയാത്ത നാട്ടിൽ പൊക്കിൾക്കൊടി ബന്ധമില്ലാത്തൊരു കൊച്ചു കുഞ്ഞ് മുലകുടിക്കാൻ പറ്റാതെ ചുണ്ട് വിറയ്ക്കുന്നുണ്ട് എന്നറിയുമ്പോ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിന്റെ മാതൃത്വം എന്നതാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നമ്മുടെ അനുഭവം. അതാണ് മലയാളം. മാനവികതയാണ് മലയാളത്തിന്റെ അടിസ്ഥാന ശബ്ദം. ജാതിക്കും മതത്തിനും അത് തന്നെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും പറയുന്ന വേലിക്കെട്ടുകൾക്കകത്ത് ഒടുങ്ങാത്തതാണ് അടങ്ങാത്തതാണ് മലയാളത്തിന്റെ കരുത്ത്. ആ മാനവികതയുടെ തേരിലേറി നമ്മുടെ മക്കളും യാത്ര ചെയ്യണം. അതുകൊണ്ട് മനുഷ്യരായി അവരെ മാറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ അടിത്തറ പുത്തൂർ LP സ്കൂൾ, അവിടുത്തെ അധ്യാപകർ, അവിടുത്തെ രക്ഷകർത്താക്കൾ, അവരെ നയിക്കുന്ന ജനപ്രതിനിധികൾ എടുക്കും എന്ന് കൂട്ടായി നമുക്ക് ചിന്തിച്ചുകൊണ്ട് മനോഹരമായ പുതുവത്സരത്തിലേക്ക് നാം ഒന്നായി കൈകോർത്ത് യാത്ര ചെയ്യുമ്പോൾ ആ പുതുവത്സരത്തിൽ തന്നെ നമ്മുടെ ഈ സ്കൂളും ഇന്നു കാണുന്നതിനേക്കാൾ മനോഹരിയായി ഉടുത്തൊരുങ്ങി നിൽക്കും. അവിടെ നമുക്ക് വീണ്ടും കൂടിയിരിക്കണം എന്ന് നിങ്ങളോട് സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം.